ഞാനിന്നിവിടെ കുറേ കാലമായി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട് സമയക്കുറവുകൊണ്ടാണ്. അപ്പോൾ ഇന്നിവിടെ ഞാനിവിടെ ക്രീം ബണ്ണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ ബേക്കറിയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താ വെച്ചാൽ എഗ്ഗ് ഉണ്ടാവുമോ എന്ന് ഡൗട്ടാണ്. അപ്പോൾ എഗ്ഗ് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ക്രീം ബണ്ണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ബണ്ണിന് നമുക്കിത് കുറച്ച് ഈസ്റ്റ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാവ് പുളിപ്പിക്കാനായിട്ട് നമുക്ക് ഈസ്റ്റ് അത് റെഡിയിട്ട് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് പാലിൽ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാവ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് 250 ഗ്രാം മൈദ എടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, ഈസ്റ്റ് കലക്കിയ മിക്സ്ചർ അതിലൊഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. $50 ഗ്രാമോളം വെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെണ്ണ ചേർക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണേ. ഉരുകിയ വെണ്ണയാണ്, നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഈ വെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് മാവ് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്ന് നനഞ്ഞൊരു തുണി പൊത്തി വയ്ക്കാം. നമ്മൾ ഇവിടെ മാവ് 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബണ്ണുണ്ടാക്കാം. ഒരു 5-6 മിനിറ്റോളം നന്നായിട്ടൊരു പരന്ന പ്രതലത്തിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് ഒന്നും കൂടെ മൃദുവാക്കാം. നല്ല പോലെ സ്മൂത്താക്കിയിട്ടുണ്ട്. ഇത് അടിച്ചിട്ട് ഇനി നമുക്ക് ഒരു 5-6 ഉരുളകളാക്കി മാറ്റാം. ഒരു 8 ഉരുളയോളം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് 1/2 മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് തന്നെ പൊത്തി വയ്ക്കാം. ആയി നല്ല വലുതായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് സിമ്മിൽ തന്നെ ഇത് പൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഉരുളകൾ ഇങ്ങനെ എടുത്ത് നമുക്ക് എണ്ണയിലിടാം. തിരിച്ചും മറിച്ചും എടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ആക്കിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഞാൻ വറുത്ത് പൊരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനുള്ള ക്രീം തയ്യാറാക്കാം. ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിൽ ക്രീം ചേർക്കാം. ഇതിലുള്ള ബട്ടർ ക്രീം തയ്യാറാക്കാം. അതിനായി നമ്മൾ 100 ഗ്രാം ബട്ടർ ആദ്യം ബൗളിലേക്ക് ഇടുക. ഇനി നമുക്കിത് നന്നായി ഇട്ട് ഈ വയർ വിസ്ക് വെച്ച് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4-5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ പഞ്ചസാര മിക്സിയിൽ പൊടിച്ചതാണ് ചേർക്കേണ്ടത്. നമുക്കിതിലേക്ക് കുറച്ച് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കി വെച്ച ബണ്ണ് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കത് നടുകെ മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ക്രീം തേച്ച് കൊടുക്കാം. നടുകെ മുറിച്ച ശേഷം ഇത് എന്നിട്ട് അടച്ച് വെക്കാം. ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമ്മൾ വെണ്ണ പുരട്ടിയിട്ട് ക്രീം പുരട്ടിയിട്ട് നമ്മളിങ്ങനെ മുറിച്ച ശേഷം പുരട്ടിയിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് ഫില്ല് ആയിട്ട് പുറത്തേക്ക് വരും. നല്ല ടേസ്റ്റിയാണ് ഈ സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരും നോൺ വെജിറ്റേറിയൻസ് ആയാലും നന്നായിട്ട് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.